എങ്ങനെയാണ് മിക്സിയുടെ ജാറിൽ എളുപ്പം പുട്ടുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം, പിന്നെ ചിരണ്ടി വെച്ച തേങ്ങ, ആവശ്യത്തിന് ഉപ്പും. നമുക്ക് ആദ്യം തന്നെ നമ്മളെടുത്ത് വെച്ച പൊടി നമ്മുടെ ജാറിലോട്ട് ഇടുവാണ്. പിന്നെ കുറച്ച് വെള്ളം മതി, ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് മിക്സ് ചെയ്തിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ച് എടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിക്കകത്തിടുന്നത് ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം, അതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഒരു പരുവം. നമ്മളിങ്ങനെ ഒന്ന് മുറുക്കി പിടിച്ചാൽ അതൊരു ബോള് പോലെ വരണം. അത് നമ്മൾ തിരിച്ചത് പൊട്ടിക്കുമ്പോൾ പഴയ പോലെ വരണം. ഈ പരുവത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജാറ് ഇത് കണ്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ അതിൻ്റെ മാവൊക്കെ മാറിക്കോളും. ആവശ്യത്തിന് തേങ്ങ കൂടെ ഇട്ടു. നമുക്ക് ഗോതമ്പ് പുട്ടാണല്ലോ ഈ പാട്, കുഴച്ച് കഴിഞ്ഞാൽ നനവ് കറക്റ്റായി കിട്ടാത്തത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാം. എളുപ്പത്തിലൊരു പുട്ടുണ്ടാക്കി എടുത്തേക്കുന്നുണ്ടല്ലേ. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റായിട്ടും കട്ട കെട്ടാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു, നമുക്ക് വറുത്തരച്ച കടലക്കറി. നമുക്ക് ആ കടലക്കറിയും കൂട്ടി നമുക്ക് പുട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിൽ പുട്ടുണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി നോക്കുക. എന്ത് സോഫ്റ്റാണെന്ന് നോക്കിക്കേ, കട്ട ഒട്ടും കെട്ടാതെ നല്ല പുട്ട് കിട്ടിയിട്ടുണ്ട്.